മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി തന്നെ പാകിസ്ഥാൻ പ്രതികാര ബുദ്ധിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഏത് ഭാഗത്തൂടെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയുമെന്ന മാർഗങ്ങൾ തിരയുകയാണ് അവർ. ഇന്ത്യയെ ഏതു മേഖലയിലും ശക്തമായി തന്നെ തുടരുന്നതിനാൽ തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ ഒരു വസ്തുത അത് വിസ്മരിച്ചുകൊണ്ട് തന്നെ കടൽ മാർഗം ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ പദ്ധതി ഇടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മോഡലിൽ തന്നെ വെള്ളത്തിനടിയിലൂടെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാനാണ് ഇവർ നീക്കം നടത്തുന്നത്. ലഷ്കർ ഭീകരൻ ഇക്കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ വാട്ടർ ഫോഴ്സ് രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ലഷ്കർ നടത്തുന്നതായി തന്നെ വ്യക്തമാകുന്നു. കഴിഞ്ഞ ദിവസം ഭീകരർക്ക് പരിശീലനം നൽകുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ലഷ്കറും അതിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മാർക്സി മുസ്ലിം ലീഗുമാണ് വാട്ടർ ഫോഴ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ. ലഷ്കർ നേതാവായ ഹാരിസ് ധാറിനാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതും. സൂംബ ഡൈവിംഗ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ നീന്തൽ, ഹൈസ്പീഡ് ബോട്ട് കൈകാര്യം ചെയ്യൽ, വെള്ളത്തിനടിയിലെ ഓപ്പറേഷനുകൾ, സോഷ്യൽ മീഡിയ ഓപ്പറേഷനുകൾ എന്നിവയാണ് ഈ പരിശീലനത്തിന്റെ ഭാഗമായി തന്നെ നടക്കുന്നത്. തീവ്രവാദികളുടെ പരിശീലനം ലഷ്കർ-ഇ-തോയ്ബ ഫാരിസ് ദർ പരിശോധിക്കുന്നത് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ലഷ്കർ കമാൻഡർ വാട്ടർ ഫോഴ്സ് തയ്യാറാക്കുന്നതായി തന്നെ അത് പരസ്യമായി തന്നെ സമ്മതിക്കുന്നതായും ഈ വീഡിയോ ദൃശ്യത്തിൽ തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. 135 കൊടും ഭീകരരെ ഇതിനായി തന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖലീദ് കസൂരിയുടെ പ്രകോപനകരമായ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ വാട്ടർ ഫോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 2025 പാകിസ്ഥാൻ ആകാശം ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും 2026 കടലുകൾ ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും കസൂരി മുൻപേ തന്നെ വലിയ രീതിയിൽ മൈക്കിലൂടെ വീമ്പിളക്കുന്ന ഒരു ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇത് വലിയ രീതിയിൽ ആധികാരികത ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് എന്നതാണ് പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ട്. അതേസമയം 3 തഹസീലുകളിലായി തന്നെ ഇതിനോടകം 135 യുവാക്കൾക്ക് ബോട്ട് കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം നൽകി കഴിഞ്ഞതായി തന്നെ ഒരു ലഷ്കർ കമാൻഡർ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ചാനലുകൾ ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നതാണ് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇയാൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചിരിക്കുന്നത്. ലഷ്കർ ഡെപ്യൂട്ടി ചീഫായ സൈഫുള്ള കസൂരി നേരത്തെ തന്നെ ഭാരതത്തിനെതിരെ വലിയ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കിയ വ്യക്തി കൂടിയാണ്. 2025 നടന്ന സംഘർഷത്തിൽ പാക് വ്യോമസേന ഇന്ത്യയുടെ പരാജയപ്പെട്ടതിന് പിന്നാലെ പുതിയ ഭീഷണികൾ മുഴക്കുകയാണ് ഉണ്ടായത്. 2025 ആകാശത്തിനാണ് എങ്കിൽ 2026 കടലിനായിരിക്കുമെന്നായിരുന്നു കസൂരി അന്ന് നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല വലിയ രീതിയിൽ ഇന്ത്യൻ നാവികസേനയെ നേരിടുമെന്നും മുംബൈ മാതൃകയിൽ കടൽ മാർഗം വഴി രക്തച്ചൊരിച്ചിൽ നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന സംരക്ഷണം അതൊരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണിപ്പോൾ ഇതിലൂടെ തന്നെ വെളിവാകുന്നത്. മാത്രമല്ല ജമ്മു കാശ്മീരിലും ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അവിടെ അശാന്തി പടർത്താൻ പാകിസ്ഥാൻ ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്നു എന്ന് ഭാരതത്തിന്റെ ആ ഒരു വാദത്തിന് അടിവരയിടുന്നതാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.